ഇടുക്കിയിൽ വീണ്ടും ആനക്കഥയാണ്. ആനക്കാര്യത്തിലേക്ക് വന്നാൽ ഇടുക്കി മാങ്കുളത്ത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ഇപ്പോൾ അവശനിലയിലാണ്. വലത് മുൻകാലിനാണ് പരിക്ക്. കാട്ടാനയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല. ഇന്നലെയാണ് പരിക്കേറ്റ കാട്ടാനയെ ആനക്കുളത്ത് കണ്ടത്. ആനക്കുളം ഫോറസ്റ്റ് ഓഫീസിന് സമീപം നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. സന്ദീപ് രാജാക്കാട്, നമ്മൾ ആനയുടെ ശല്യത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കണ്ടെത്തിയ ആനയ്ക്ക് എങ്ങനെയുണ്ട്? വിജയപാർവതിയെ, ഈ മാങ്കുളം ആനക്കുളത്ത് ഏറ്റവും കൂടുതൽ കാട്ടാനകൾ വെള്ളം കുടിക്കാനെത്തുന്ന ആ പുഴയുടെ തീരത്ത് തന്നെയാണ് ഈ കാട്ടാനയെയും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ മുതൽ അവശനിലയിലായി. കാട്ടാനയ്ക്ക് നടക്കുവാൻ കഴിയാത്ത തരത്തിൽ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് പരിക്കേറ്റത് എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. എന്തായിരുന്നാലും പ്രദേശവാസികൾ ഇന്നലെ മുതലെയാണ് കാട്ടാനയെ ഇത്തരത്തിൽ ഈ പരിക്കേറ്റ അവശനിലയിലായി കാണുന്നത്. വലതുകാല കുത്താൻ കഴിയാത്തതിനാൽ തുമ്പിക്കൈ ഉള്ള മസ്തക ഭാഗം നിലത്ത് ഊന്നിയാണ് മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി പരിശ്രമം നടത്തുന്നത്. അത്ര കണ്ട അവശതയായിട്ട് ആന നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇതിന് സമീപത്ത് തന്നെയായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ട് എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുവാൻ, ഇല്ലെങ്കിൽ ഈ ആനയെ നിരീക്ഷിക്കുന്നതിനോ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനോ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണ ഇത്തരത്തിൽ പരിക്കേറ്റ ആനകളൊക്കെയോ ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളെയോ കണ്ടെത്തിയാൽ അവിടേക്ക് വളരെ വേഗത്തിൽ എത്തുകയും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്യും. ഇത് കാട്ടാനയായതുകൊണ്ട് തന്നെ കാട്ടാനയെ മയക്കുപിടി വെച്ചതിന് ശേഷം ചികിത്സയടക്കം നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും വനംവകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വളരെ അവശനിലയിലാണ് ഇപ്പോൾ കാട്ടാന നിലനിൽക്കുന്നത്. കാരണം ഈ മേഖലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നടന്നു നീങ്ങുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാല് കുത്താൻ കഴിയാതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി, ഇല്ലെങ്കിൽ 1-2 ദിവസം കൂടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആനയുടെ ആരോഗ്യത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നതിന് സംശയമില്ല. കാരണം ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് കാട്ടാന. അത്രയധികം ദൂരം സഞ്ചരിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ മാങ്കുളം ആനക്കുളത്താണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലത്തെ മുൻകാലിനാണ് ആനയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്.